ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ വിശ്വാസ്യത പശ്ചിമേഷ്യയിലെ അറബി ഇസ്ലാമിക രാജ്യങ്ങളിടയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. വങ്കത്വം നിറഞ്ഞ തീരുമാനമാണ്, വിഡ്ഢിത്തം നിറഞ്ഞ തീരുമാനമാണ് ഇസ്രായേൽ കാണിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ഖത്തറിൽ ആക്രമണം നടത്തിയതോട് കൂടിയിട്ട് സൗദി അറേബ്യയാണ് എന്റെ നേതാവ്. എന്ത് നടപടിയെടുത്തത്? ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഇസ്രായേൽ ആക്രമണം ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു? ഒന്നും ചെയ്തില്ല. സർ, മുൻകാലങ്ങളിൽ അമേരിക്കയുടെ സഖ്യകക്ഷിയായ ശത്രു രാജ്യങ്ങൾ ആക്രമിക്കില്ലെന്ന ഒരു ധാരണ അറേബ്യൻ രാഷ്ട്രങ്ങൾക്കുണ്ടായിരുന്നു. ഈ ധാരണക്കേറ്റ തിരിച്ചടിയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഖത്തറിൽ നടന്ന ഇസ്രായേൽ ആക്രമണം. ഈ ആക്രമണത്തിന് പിന്നാലെ അറബ് ഇസ്ലാമിക് രാഷ്ട്രങ്ങൾ ഒന്നിക്കണമെന്ന പ്രമേയം അറബ് ഇസ്ലാമിക് ഉച്ചകോടി പാസാക്കി. അമേരിക്കയുടെ സഹായമില്ലാതെ തന്നെ തങ്ങൾക്കെതിരായ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ ഒന്നിക്കണമെന്ന ആഹ്വാനം ഉച്ചകോടിയിൽ ഉണ്ടായിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ രൂപപ്പെടുകയാണോ ഇതിലൂടെ? അല്ല, തീർച്ചയായിട്ടും നമ്മൾ കാണുന്ന പുതിയ സംഭവവികാസങ്ങൾ അതിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ്. പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇതുവരെ ഈ നിമിഷം വരെ ഈ പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ എല്ലാം തന്നെ ഈ അമേരിക്കയുടെ ആശ്രിത രാജ്യങ്ങളാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം എന്താണ്? പശ്ചിമേഷ്യയിൽ ഏതാണ്ട് 19 അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട്. അത് സൗദി അറേബ്യയിലുണ്ട്, ബഹ്റൈനിലുണ്ട്, ഖത്തറിലുണ്ട്, ഈ പറഞ്ഞ കുവൈറ്റിലുണ്ട്. ഈ രാജ്യങ്ങളിലെല്ലാം അമേരിക്കയുടെ ഏകദേശം 40,000-ഓളം പട്ടാളക്കാർ പല സ്ഥലങ്ങളിലായിട്ട് നിൽക്കുന്നുണ്ട്. ഈ അൽ ഉദൈദ് എന്ന് പറയുന്ന അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക താവളം ഖത്തറിലാണ്. അൽ ഉദൈദ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ അങ്ങനെ അമേരിക്കയുടെ ഏറ്റവും വലിയ സുഹൃത്തായിട്ടുള്ള ഖത്തർ, അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളമുള്ള ഖത്തറിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. എന്ത് ചെയ്തു അമേരിക്ക? അമേരിക്ക ഒന്നും ചെയ്തില്ല. അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളമുള്ള സ്ഥലമാണ്. അപ്പൊ ഇതാണ് നമ്മൾ കാണേണ്ട കാര്യം. എന്നാൽ ഇതിനെതിരായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു? അപ്പൊ നമുക്കറിയാം, ഇവര് എന്താണ്, ഈ അറബ് ലീഗും ഇസ്ലാമിക് നേഷൻസിന്റെ സമ്മേളനം, ഏതാണ്ട് 60 രാജ്യങ്ങളുടെ ഭരണത്തലവന്മാര് ഖത്തറിൽ ഒത്തുകൂടി സമ്മേളനം നടത്തി. എന്താ ഉണ്ടായത്? ഒന്നും ഉണ്ടായില്ല. അവർ പ്രതിഷേധിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പ്രതിഷേധിക്കുന്നു, ഞങ്ങൾ പ്രതിരോധിക്കും, ഞങ്ങൾ ഇതിനായി നടപടിയെടുക്കും. ഇതിന്റെ അപ്പുറത്തൊന്നും നടന്നില്ല. വേറൊരു കാര്യം നമ്മൾ കാണേണ്ടത്, GCCയിലെ അംഗമാണ്, ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ എന്ന് പറഞ്ഞ 6 രാജ്യങ്ങളുടെ സംഘടനയിലെ അംഗമാണ് ഖത്തർ. അതിനകത്ത് ഒരു എഗ്രിമെന്റിലെ ഒരു വ്യവസ്ഥയുണ്ട്. അതായത് ഒരു രാജ്യത്തെ ഏതെങ്കിലും രാജ്യങ്ങൾ അംഗീകരിച്ചാൽ ആ രാജ്യത്തിന് എല്ലാ രാജ്യങ്ങളുടെയും എതിരായിട്ടുള്ള ആക്രമണമായി കണക്കാക്കി അതിനെ പ്രതിരോധിക്കും, അതിന് നടപടിയെടുക്കുമെന്ന് പറഞ്ഞു. ഈ സൗദി അറേബ്യയാണ് എന്റെ നേതാവ്. എന്ത് നടപടിയെടുത്തത്? ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഇസ്രായേൽ ആക്രമണം ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു? ഒന്നും ചെയ്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് എന്ന് പറയുന്നത് അമേരിക്കക്കെതിരായിട്ട് ശക്തമായ നടപടിയെടുക്കാൻ യാതൊരുവിധ കഴിവുമില്ലാത്ത രാജ്യങ്ങളായി വാസ്തവത്തിൽ ഇന്ന് ഈ അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ നിൽക്കുകയാണ് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു പരമാധികാര രാജ്യത്തിലേക്ക് കടന്നു കയറി ആ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് തന്നെ ആക്രമണം നടത്താൻ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് എവിടുന്ന ധൈര്യം കിട്ടിയത്? അമേരിക്ക നൽകുന്ന ധൈര്യമാണ്. അമേരിക്ക ഇല്ലായെങ്കിൽ ഈ രാജ്യങ്ങൾക്ക്, ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഈ തരത്തിൽ ആക്രമണം നടത്താൻ പറ്റുമോ? അത് ഒന്നാമത്തെ കാര്യം. അപ്പൊ ഈ രാജ്യങ്ങൾ കൂടിയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ സെക്യൂരിറ്റി, കളക്റ്റീവ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അത് ഇനി വരാൻ പോകുന്ന കാര്യമാണ്. എന്താ നടക്കുന്നത് നമുക്കറിയാൻ കഴിയില്ല. പക്ഷെ നമ്മൾ കാണേണ്ടിരുന്ന കാര്യം, അവർക്ക് പറയാമായിരുന്നല്ലോ, ഇങ്ങനെ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇസ്രായേലാണല്ലോ നടത്തുന്നത്. ഈ അബ്രഹാം കരാർ എന്ന് പറയുന്ന ട്രംപിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ കരാറാണ് എബ്രഹാം കരാർ എന്ന് പറയുന്നത്. എബ്രഹാം കരാറിൽ ഈ പറഞ്ഞ ബഹ്റൈൻ ഉൾപ്പെടെയുള്ള UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അംഗങ്ങളാണ്. അതിനകത്ത് ചേർന്നാണ് എബ്രഹാം കരാർ ഉണ്ടാക്കി. ഇസ്രായേൽ അംഗമാണ്. അവർക്ക് പറയാറുണ്ടല്ലോ, ഇങ്ങനെയുള്ള വളരെ കാടത്വം നിറഞ്ഞ ആക്രമണം നടത്തിക്കൊണ്ട് ഞങ്ങൾ എബ്രഹാം കരാറിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് ട്രംപിന് അത് തിരിച്ചടിയായതിന് അത് ചെയ്യാനുള്ള ധൈര്യം കാണിച്ചില്ലല്ലോ. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഈ രാജ്യങ്ങളൊന്നും ഈ ഒരു ധൈര്യത്തോട് കൂടിയിട്ട് അമേരിക്കയോട് തിരിഞ്ഞു നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറല്ല എന്നാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാവുന്നത്. എന്നാൽ ഇപ്പൊ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞ ആക്രമണം ഉണ്ടാകുമ്പോൾ നമുക്ക് 2019 ട്രംപ് തന്നെ ഭരിക്കുമ്പോഴാണ് ഇറാനും സൗദി അറേബ്യയും തമ്മിൽ സംഘർഷം നിലനിന്ന സാഹചര്യത്തിൽ സൗദി അറേബ്യയുടെ എണ്ണ പാടങ്ങൾ ആക്രമിച്ചു. ഇറാന്റെ ഡ്രോണുകൾ വന്നിട്ട് അന്ന് ഈ പറഞ്ഞ തരത്തിൽ ഈ ട്രംപ് തന്നെ ഭരിക്കുന്നു. ട്രംപുമായിട്ട് അമേരിക്കയുമായിട്ട് ഏറ്റവും നല്ല കരാറ് ഉള്ള സൗദി അറേബ്യയുടെ ആക്രമണത്തിനെതിരായിട്ട് ട്രംപ് ഒന്നും ചെയ്തില്ല എന്ന്. ഇപ്പോ ഖത്തറിനെതിരെ ആക്രമണം നടന്നു. ട്രംപ് എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ല. എന്ന് മാത്രമല്ല, അതിനെ പിന്തുണയ്ക്കുക ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ വിശ്വസിച്ചുകൊണ്ട് ഈ രാജ്യങ്ങൾക്ക് സുരക്ഷ കിട്ടുമെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എത്തിയിരിക്കുന്നു. അതിന്റെ ഒരു ഏറ്റവും വലിയ തെളിവാണ് വാസ്തവത്തിൽ സൗദിയും പാകിസ്ഥാനും തമ്മിൽ എത്തിയിരിക്കുന്ന ഇപ്പോഴത്തെ കരാർ. അതാണ് നമ്മൾ കാണേണ്ട കാര്യം. ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ വിശ്വാസ്യത പശ്ചിമേഷ്യയിലെ അറബി ഇസ്ലാമിക രാജ്യങ്ങളിടയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് ഇനി ഉണ്ടാകാൻ പോകുന്ന ഈ ജിയോ പൊളിറ്റിക്കൽ കാൽക്കുലേഷൻസിൽ
മൂവ്സിലും സ്ട്രാറ്റജിക് മൂവിലെല്ലാം നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഈ അന്തർദേശീയ വിദഗ്ധർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഏറ്റവും വലിയ വങ്കത്വം നിറഞ്ഞ തീരുമാനമാണ്, വിഡ്ഢിത്തം നിറഞ്ഞ തീരുമാനമാണ് ഇസ്രായേൽ കാണിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ഖത്തറിൽ ആക്രമണം നടത്തിയതോട് കൂടിയിട്ട് ഈ അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ മുഴുവൻ ഈ അമേരിക്കയ്ക്കെതിരായിട്ട് തിരിയുന്ന തരത്തിലേക്ക്, അമേരിക്കയെ വിശ്വസിക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അത് വലിയ പ്രത്യാഘാതങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാക്കും എന്നതാണ് പുതുതായി വന്നുകൊണ്ടിരിക്കുന്ന നിഗമനങ്ങൾ.